ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ഉപയോഗിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള പച്ചരി കുതിർത്ത് വയ്ക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു 2-3 മണിക്കൂർ നിങ്ങൾ കുതിർത്തെടുക്കണം. അപ്പോൾ ഈ ഒരു പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി മാരിനേറ്റ് ചെയ്ത് എടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം. അങ്ങനെയാവുമ്പോൾ മസാല നല്ലോണം ഇതിൽ പിടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഡയറക്റ്റ് വേവിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ ചിക്കനിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ചിക്കൻ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇതിൽ നിന്ന് തനിയെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഈ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് ഇതുപോലെ അടർത്തി എടുക്കണം. ഇനി നമുക്കിതിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് പാൻ നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലും കൂടി ചൂടായി വന്നാൽ സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഈ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും പിന്നെ 2 പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാള ഇവിടെ ഡാർക്ക് കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പരിവായാലും നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തക്കാളി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. തക്കാളി ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഈ തക്കാളി കൂടെ നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ തക്കാളിയും കൂടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മസാലപ്പൊടികൾ വഴറ്റിയെടുക്കരുത്, കരിഞ്ഞു പോവും. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വന്നാൽ നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ട്. പച്ചരി നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഈ ഒരു സൈസിലുള്ള സവാളയുടെ കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ഏത് ചോറായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അധികം കട്ടിയുള്ള മാവും അല്ല വേണ്ടത്, അധികം ലൂസായിട്ടുള്ള മാവും അല്ല വേണ്ടത്. പച്ചരി ഇവിടെ നന്നായിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് ഉണ്ടാവേണ്ടത്. കറക്റ്റ് ശ്രദ്ധിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി, അധികം കട്ടിയാവാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിരകിയ തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് തേങ്ങ ചേർത്തിരുന്നു. പിന്നെ ഈ സമയം കുറച്ച് ചേർക്കണം. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും പലഹാരത്തിന്. അപ്പോൾ ഈ പലഹാരത്തിന് വേണ്ട മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വലിയൊരു പാത്രമായതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കാത്തത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ കുറച്ചൊന്ന് എണ്ണയാക്കണം. എന്നിട്ട് എണ്ണ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് അധികം വലിപ്പമുള്ള ആവിപാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലാണിപ്പോൾ വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പാത്രം ഇറക്കി വയ്ക്കാം. അതിനുശേഷം 2 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം കട്ടിയിൽ മാവ് ഒഴിക്കരുത്, ഒരു 2 തവി മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് നമുക്കിനി മസാല ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം. ഈ ഒരു മാവ് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ മാവ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് മാവും മസാലയും കഴിയുന്നവരെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാ മാവും ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് വെന്ത് വന്നോ നോക്കാം. അപ്പോൾ ഒട്ടും തന്നെ സ്പൂണിൽ പറ്റി പിടിക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്കിത് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ചൂടാറി കിട്ടിയാൽ നമുക്കിത് ഈസി ആയിട്ട് തന്നെ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും. അതുകൊണ്ട് ചൂടോടെ നിങ്ങൾ എടുക്കാൻ നോക്കരുത്. ഒന്ന് ചൂടാറി കിട്ടിയാൽ നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു പലഹാരമാണിത്. നമ്മുടെ കണ്ണൂർക്കാരുടെയൊക്കെ സ്പെഷ്യലാണ്. എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത്.